ഹലോ വിദ്യാർത്ഥികളെ, ഹെക്സഗണൽ സ്ലൈഡ് ഫിറ്റിംഗിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രസൻറ്റേഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യും നമ്മുടെ ലക്ഷ്യങ്ങൾ, ആവശ്യമായ ഉപകരണങ്ങൾ, പ്രക്രിയ, നിങ്ങളുടെ ധാരണ മനസ്സിലാക്കാൻ ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അവസാനം ഒരു റീക്യാപ്പ്. നമുക്ക് ആരംഭിക്കാം. ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രസൻറ്റേഷനുടെ ലക്ഷ്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്താം. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനാകും. ആദ്യം, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് പ്ലസ് ഓർ മൈനസ് 0.02 മില്ലിമീറ്ററിനുള്ളിൽ മാറ്റിംഗ് ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് പൂർത്തിയാക്കുക. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഏകദേശം പ്ലസ് ഓർ മൈനസ് 10 മിനിറ്റ് കൃത്യതയായ ആംഗുലർ സർഫസുടെ മേറ്റിംഗ് പാർട്സ് ഫൈൽ അഥവാ ഫിനിഷ് ആക്കുക. ആവശ്യമായ ഉപകരണങ്ങൾ: ഹാക്ക് സോ ഫ്രെയിം, പരന്നതും ത്രികോണാകൃതിയിലുള്ളതുമായ ഫയൽ സെറ്റ്, 3 mm ഡ്രിൽ ബിറ്റ്, 15 mm ഡ്രിൽ ബിറ്റ്, ഡ്രില്ലിംഗ് മെഷീൻ, ഹാമർ, വെർനിയർ കാലിപ്പാറ, മൈക്രോമീറ്റർ, ട്രൈ സ്ക്വയർ, നീഡിൽ ഫയൽ സെറ്റ്, വെർനിയർ ഹെയ്ക്ക് ഗൗജ്, സർഫേസ് ബ്ലോക്ക്, സെന്റർ പഞ്ച്, പ്രഷ്യൻ ബ്ലൂ, സ്ക്രൈബർ, കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ടാസ്ക് 1. പരസ്പരം വലത് കോണിൽ ഉപരിതലവും 2 അടുത്തുള്ള അരികുകളും ഫയൽ ചെയ്യുക. സമചതുരം പരിശോധിക്കുക. ജോബ് ഡ്രോയിംഗ് റഫർ ചെയ്യുക. നൽകിയിരിക്കുന്ന അളവുകൾ അനുസരിച്ച് അടയാളപ്പെടുത്തൽ നടത്തുക. ചിത്രം 1. അധിക മെറ്റീരിയൽ ഫയൽ ചെയ്യുകയും വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് 60x48 മില്ലിമീറ്റർ അളവ് നിലനിർത്തുകയും ചെയ്യുക. സ്ക്വയർ ഹെഡ് ഉപയോഗിച്ച് ചതുരാകൃതി പരിശോധിക്കുക.
ഈ ഘട്ടത്തിൽ 3 ഡ്രിൽ ഉപയോഗിച്ച് കോണുകളിൽ 6 റീഫ് ദ്വാരം ഉണ്ടാക്കുക. ഷഡ്ഭുജാകൃതിയിലുള്ള കട്ട് ഔട്ട് ഉണ്ടാക്കാൻ മധ്യഭാഗത്ത് 22 അല്ലെങ്കിൽ 23 മില്ലിമീറ്റർ വ്യാസമുള്ള ഡ്രിൽ ഹോളി ഡ്രിൽ ചെയ്യുക. മധ്യത്തിൽ ദ്വാരം തുരത്തുക. ഒരു സ്റ്റെയർ ഫെയിൽ അല്ലെങ്കിൽ ട്രിംഗ്ലർ ഫെയിൽ ഉപയോഗിച്ച് ഷഡ്ഭുജാകൃതി ഫെയിൽ ചെയ്യുക. ഷഡ്ഭുജ ഭാഗം ഫെയിൽ ചെയ്യുക. ഷഡ്ഭുജാകൃതി പൂർത്തിയാക്കി പ്രൊട്രാക്ടറിന്റെ സഹായത്തോടെ ആംഗിൾ പരിശോധിക്കുക. തല 120. ടാസ്ക് 2. ഒരു വെർനിയർ ഉപയോഗിച്ച് മുഖങ്ങളുടെ വശങ്ങളിലെയും സമാന്തരതയിലെയും അളവ് പരിശോധിക്കുക. നൽകിയിരിക്കുന്ന വടിയുടെ അവസാനം അച്ചുതണ്ടിലേക്ക് വലത് കോണിൽ ഫെയിൽ ചെയ്യുക. നൽകിയിരിക്കുന്ന റോഡിയുടെ അവസാനം അച്ചുതണ്ടിലേക്ക് വലത് കോണിൽ ഫെയിൽ ചെയ്യുക. ഡ്രോയിംഗിൽ നൽകിയിരിക്കുന്ന അളവുകൾ അനുസരിച്ച് ഷഡ്ഭുജം അടയാളപ്പെടുത്തുക. ചിത്രം 3. അടയാളപ്പെടുത്തിയ വരി വരെ ഒരു വശം ഫെയിൽ ചെയ്യുക. നീളം മുഴുവൻ സമാന്തരത പരിശോധിക്കുക. അടുത്തുള്ള വശം ഫെയിൽ ചെയ്യുക. പ്രൊട്രാക്ടർ ഹെഡ് ഉപയോഗിച്ച് ആംഗിൾ 120 പരിശോധിക്കുക. ഫെയിൽ ചെയ്ത് മറ്റ് വശങ്ങളും പൂർത്തിയാക്കുക. ചിത്രം 4. അവസാനമായി ഫ്ലാറ്റ് അളവും മറ്റ് വലുപ്പങ്ങളും പരിശോധിച്ച് ഷഡ്ഭുജ സ്ലോട്ടിൽ കൂട്ടിച്ചേർക്കുക. ഫ്രെയിമിലെ പാർട്ട് ഒരു മരക്കട്ടിയിൽ വയ്ക്കുക. 2 ഉപരിതലങ്ങളും ഒരു മിനുസമാർന്ന ഫെയിൽ ഉപയോഗിച്ച് ഫെയിൽ ചെയ്ത് പൂർത്തിയാക്കുക. കനം നിലനിർത്തുക. അരികുകളിൽ നിന്ന് ബറുകൾ നീക്കം ചെയ്യുക. ഷഡ്ഭുജ സ്ലൈഡ് ഫിറ്റിംഗ് പരിശോധിക്കുക. ഈ പ്രസന്റേഷനുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിൽ ഉൾപ്പെടുന്നു ഹെക്സഗണൽ സ്ലൈഡ് ഫിറ്റിംഗുടെ ആശയം മനസ്സിലാക്കാൻ, ആവശ്യമായ ഉപകരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രക്രിയ പഠിക്കാൻ, മികച്ച സമ്പ്രദായങ്ങൾ കണ്ടെത്താൻ. എല്ലാ ആശയങ്ങളും വ്യായാമങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ ശ്രദ്ധിക്കുക.